ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചിലവ് എനിക്ക് കുറഞ്ഞില്ല. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനിത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യം ടി എന്നുള്ള സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും IV ശശിയുടെ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ടും എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചിലവ് എനിക്ക് കുറഞ്ഞില്ല. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനിത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോവാണ്. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. അത് പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ. പക്ഷെ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ലിസ്റ്റിനോട് ചോദിച്ച ചോദ്യത്തിന് 15 ദിവസം കൊണ്ടൊരു സിനിമ തീരുമായിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് 50-60 എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ ശശി സാറിനെ പോലുള്ളവരും. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു കാര്യം, അന്ന് അതായത് 80കളിലാണ് താങ്കൾ പറയുന്ന ഈ സംഭവം അല്ലേ? 80കളിലൊക്കെ 15-20 ദിവസം കൊണ്ടായിരുന്നു സിനിമ തീർന്നിരുന്നത്. അന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളുടെ ലാംഗ്വേജ് സിനിമകളുമായിട്ട് തന്നെയായിരുന്നു. ഇത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ സിനിമയിലൂടെ എക്സ്പോസ്ഡ് അല്ലായിരുന്നു. അന്നും ഇന്റർനാഷണൽ സിനിമ എടുത്തിരുന്നത് 100-150 ദിവസമാണ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 15 ദിവസം എടുത്തിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കാരണം കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാകുകയും അവർ ഇന്റർനാഷണലി ഒരുപാട് എക്സ്പോസ്ഡ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ 100 ദിവസം 120 ദിവസം ഷൂട്ട് ചെയ്ത സിനിമകളുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെർഫെക്ഷനും എക്സ്പെർട്ടീസും ഓഡിയൻസ് നമ്മുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ദിവസങ്ങൾ കൂടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതും. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങൾ, മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? അല്ല, ഇപ്പോ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇപ്പൊ ഇവൻ മാറിപ്പോയി. ഇപ്പം അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസാണ് നടക്കുന്നത്. ഇപ്പൊ നേരത്തെയൊക്കെ പ്രീ സെയിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുറേ നാളുകളായിട്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ആമസോൺ കുറേ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കുറേ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ. ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അന്നേരം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടങ്ങൾ കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവർ കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ.
അപ്പോൾ എത്ര വലിയ മീഡിയ ക്രൗഡിലാണെങ്കിലും ഇത്രയും മനോഹരമായിട്ട് തക്ക് കൗണ്ടർ അടിച്ചാൽ കളി കൊടുക്കുന്നതാണ്. എനിക്കറിയില്ല. ലിസ്റ്റിൻ ചേട്ടൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമയാണ് ട്രാഫിക്. അത് റിലീസാവുന്നത് 2011 ജനുവരിയിലാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനുവരിയിലാണ് ബേബി ഗേൾ വരുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ചേട്ടൻ വളരെ ഇമോഷണലായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇമോഷണലായിട്ട് വളരെ സിനിമനെ സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിച്ച് മേടിച്ച സിനിമയാണോ അതോ കോയിൻസിഡൻഷ്യലി ഇങ്ങനെ വന്നതാണോ? ഇതെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജയ്, ഞാൻ എൻ്റെ ഓരോ സിനിമകളിലും ഉള്ള പേരാണ് ബോബി സഞ്ജയ്. കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ. കാര്യം ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. പിന്നെ ഞങ്ങൾക്കിത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 7th ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഈ സിനിമയുടെ റീ റെക്കോർഡിങ്ങും അതെല്ലാം കുറച്ച് ലേറ്റായി പോയതുകൊണ്ടിട്ട് അത് ആ സമയത്ത് സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഏർലി ആയിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയതും ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ്.